ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്ത് സംഭവിച്ചേക്കണമെന്ന് അറിഞ്ഞൂടാ. ഇതുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ പാലും കൊടുക്കൂല. അമ്മ പോയി കടന്നു പോയി. നിങ്ങൾ അടുത്ത് കിടന്ന ബഹളം ഉണ്ടാക്കും. അടുത്തേക്ക് ഞാൻ പല പ്രാവശ്യം കൊണ്ടിട്ട് നോക്കി. പക്ഷേ ഉണ്ടല്ലോ, ആ വെള്ളം തിരിഞ്ഞിട്ട് വെക്കണല്ലോ. ഓ, നിങ്ങളുടെ ഒരു അവസ്ഥ കാണണം പഠിച്ചോനെ. കണ്ട, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പില്ലറിൽ പാൽ കൊടുത്താൽ ഇങ്ങനെ കുടിച്ച് കണ്ട, അന്ന് ഓർത്ത് നോക്കിയ നിങ്ങളുടെ അവസ്ഥ. പൊന്നെ, 2 പേരുണ്ട്. ഇത് 2 ഞാൻ എന്ത് ചെയ്യും? ഇല്ലല്ലോ, മറ്റേ പൊണ്ണല്ലേ. കൈ താഴെ വെച്ച ചുറ്റോ. ഇതാണ് അവസ്ഥ. പെണ്ണേ, ഇവിടെ വാ. എന്ത് ചെയ്യുന്നു പറ. ഇല്ലല്ല, ഒരാൾക്ക് കൊടുക്കട്ടെ. അമ്മച്ചി ഒരാൾക്ക് കൊടുത്ത് കഴിയുമ്പോൾ തരാലോ. ഓ ബാ അടുത്ത ആള് അടുത്തത് വാവേ. ബാബാ, കൈ 2 കൂട്ടി പിടിച്ചില്ലേണ്ടല്ലോ. ഈ പില്ലറിൽ ചാടി പിടിച്ചിട്ടുണ്ട്. ബിസ്മില്ലാ. കണ്ടോ എത്ര ആക്രാന്താന്ന് നോക്ക്. ഞാൻ 2.5 മണിക്കൂർ ഇടവിട്ട് ഈ പാലിങ്ങനെ കൊടുക്കുക. പിന്നെ ഞാൻ ആൽബൻഡസോൾ കൊടുത്തു. പാലിലേക്ക് വിരൽ കുത്തി കയറ്റണം. അതിന് പിള്ളേരുടെ മാതിരി കേട്ടോ. ആൽബൻഡസോൾ കൊടുത്തു. ഇനിയിപ്പോൾ ഈ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വരെ വിരയൊക്കെ ഉണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ വാങ്ങിച്ച് ഞാൻ ആൽബൻഡസോൾ കൊടുത്തു. ഇന്നിപ്പോൾ കുളിപ്പിച്ചു. ഈ അമ്മമാർ നിങ്ങളുടെ മേലൊക്കെ നക്കി കൊടുത്താലല്ലേ നിങ്ങൾക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നമുക്കിപ്പോൾ വൃത്തിയാക്കാണ്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഷാമ്പു വാങ്ങിച്ചുകൊണ്ട്, ഇവരുടെ പൂച്ചകളെ കുളിപ്പിക്കുന്ന ഷാമ്പു വാങ്ങിച്ചുകൊണ്ടെന്ന് അതിന് ഞാൻ കൊടുത്തു. ഇല്ലടി, എൻ്റെ ചുണ്ടിലൊരു 50 കല്ലിപ്പെണ്ണാണോ? എന്തിനാ കരയണേ? കരയല്ലേ? മതിയോ? എന്താണ് ആ തള്ള നിങ്ങളെ നോക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇട്ടിട്ട് പോയേക്കണെന്ന് അറിഞ്ഞോട്. എന്നെ ചുറ്റോ എന്നാടി ഇല്ലോടി. മതി ഇത്തിരി കുറ്റാലും ഒഴുകണ്ടോ? ഈ ചുണ്ടരികളെ എങ്ങനെ കള്ളന്മാർക്ക് നോക്കാതിരിക്കാൻ പറ്റുന്ന? ഈ ചുണ്ടരികൾ ആരുമില്ല. ഇപ്പം ഞാനുള്ള ഉമ്മ. ഞാനാണ് ഇപ്പം അമ്മ കുളിപ്പിച്ച് ചുണ്ടരിയാക്കിയിരിക്കണേ കേട്ടോ. ഇവിടെ ഇല്ല. ഈ ബഹളമാണ് ബഹളം. എന്തൊരു ബഹളമാണോ! ഭയങ്കര സ്വസ്ഥതക്കേടാണ്. കണ്ട, അവർക്ക് വയറിഞ്ഞില്ല കാണിക്കുന്നത്. പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കിടന്ന് വെപ്രാളം പിടിക്കുന്നത്. എന്ത് തള്ളയാന്ന് ആർക്കറിയാം. ആ പൂച്ചയോട് വന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതുങ്ങളെ നോക്കണില്ല. കൊതുക് അടിക്കും, കൊതുക്. അപ്പം ഞാനിങ്ങനെ മൂടി ഇട്ടിട്ട് ചേർത്ത് വച്ചേക്കും. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഈ ഫില്ലർ കഴിയങ്ങ് വെച്ചാൽ മതി. പാലിന് ഈ പാല് കൊള്ളൂല. വേറെ പാല്, ചൂടുപാല് എടുത്ത് കൊടുക്കണം. എന്താ അവസ്ഥയാണെന്ന് ഓർത്ത് നോക്കി. അതുങ്ങളെ എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം നമ്മളല്ലാണ്ട് ആരാ നോക്കണേന്? അത് തീറ്റയൊക്കെ തിന്നാറായിട്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഇത് തിന്നാറുമായിട്ടില്ല. ഇപ്പം ഒരു പാക്കറ്റ് ഞാൻ ഇപ്പം മാനോട് പറഞ്ഞിട്ടുണ്ട്. സെർലാക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വയറ് നിറയുമല്ലോ. കൊടുക്കൂല എന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ കൊടുത്തതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നും അറിയില്ല. കരയണുണ്ടോ? ഇനി ഇച്ചിരി വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഇത് കൂടാണ്ട് അതിന് മുമ്പുണ്ടായ 6 മക്കൾ വേറെ ഉണ്ട്. 6 ഓരോരുത്തരും ചത്തു കേട്ടോ. ബാക്കി 5 മക്കൾ വേറെ ഉണ്ട്. അവർക്ക് ചോറ് തിന്നൂല. വലുതായി. സമാധാനമുണ്ട്. എനിക്കറിയില്ല എന്നെ കാണിക്കും നിങ്ങളാണ് ഭയങ്കര കരച്ചിലും. എനിക്കിങ്ങനെ എന്താ പറയുക, തള്ളയില്ലാത്ത ഒരു കുഞ്ഞ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന്. അതുങ്ങൾ ആ പാൽ കുടിക്കണമ്പോൾ ചങ്ക കൊട്ടുക. കാരണം അത്ര ആക്രാന്തം പിടിച്ചിട്ടാ പാൽ കുടിക്കണത്. അമ്മ ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ.
കുറച്ച് ദിവസമായി ഞാനിങ്ങനെ 2 ദിവസം 3 ദിവസമായി തള്ള പാലൊന്നും കൊടുക്കാണ്ടായിട്ടോ. അപ്പോൾ ഞാൻ പുറത്തൊരു വീഡിയോ ഇട്ടേക്കാം. എന്താ ചെയ്യണല്ലേ, ഇതെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ അമ്മയില്ലാണ്ടിരുന്ന പൂച്ചക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാവുന്നവരൊന്ന് പറഞ്ഞാട്ടെ കേട്ടോ. എനിക്കറിയാൻ പാടില്ല, എനിക്ക് ടെൻഷനായി, എപ്പോഴും ടെൻഷൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഈ പാല് കൊടുക്കും. പാല് കൊടുത്തതിന് വേറെ എന്തെങ്കിലും അസുഖം വരും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പറ്റണത് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പം എല്ലാം പഠിച്ചോണ്ട് തീരുമാനം പോലെ വരട്ടെ. അപ്പം ടാറ്റ, അസ്സലാമു അലൈക്കും.